വിശുദ്ധ കുർബാനയും സത്യക്രിസ്ത്യാനിയും. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്താൽ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും സത്യക്രിസ്ത്യാനിയും ആകുമോ? ഏകരക്ഷകനെ ദിവസവും സ്വീകരിക്കുന്ന നമ്മുടെ വിശ്വാസം പൂർണ്ണമായും അവനിൽ തന്നെയാണോ? ആരും കാണാതെ കരയുന്നവരിലേക്ക് കടന്നു ചെല്ലാൻ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന നമുക്ക് കഴിയുന്നുണ്ടോ? സ്വന്തം അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കത്തക്ക വിധം ഇന്നത്തെ തലമുറ സ്വാർത്ഥതയിലും ലഹരിയിലും അധപ്പതിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും കുറച്ചു നേരം നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ വിശുദ്ധ കുർബാനയും സത്യക്രിസ്ത്യാനിയും. എടി ത്രേസ്യേ, എന്റെ വാച്ചെടുത്തേടി. നിങ്ങളെ എങ്ങട മനുഷ്യ ഇത്രയും രാവിലെ? കുർബാന കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. ചായ കുടിക്കാൻ നിന്നാലേ ആ കള്ളൻ ഇന്നും വാടക തരാണ്ട് മുങ്ങും. 1-ാം തീയതി കിട്ടേണ്ട വാടക ഇന്ന് 10-ാം തീയതി ആയി. ഓ എന്റെ മനുഷ്യ, അവരുടെ ഗതികേട് കൊണ്ടാ തരാത്തെ, അല്ല അതുണ്ടായിട്ട് മുങ്ങുന്നതൊന്നുമല്ല. അവരുടെ വയ്യാത്ത കുട്ടിക്ക് അസുഖം കൂടി ആശുപത്രിയും ചികിത്സയൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു അവര്. അതറിയാവുന്ന കാരണം ഇന്നലെ അവരെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, വാടകയെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന്. നീ ആരാടി അത് പറയാൻ? അവള് കണ്ണീര് കണ്ടപ്പോ അങ്ങോട്ട് അലിഞ്ഞു. 7 തലമുറയ്ക്ക് വരെ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ടല്ലോ. 1 മാസത്തെ വാടക കിട്ടിയില്ലെന്ന് വെച്ചേ നിങ്ങൾ മുടിയാനൊന്നും പോണില്ല. പിന്നെ അവൾ എന്നോട് ഒരു സങ്കടവും പറഞ്ഞിട്ടില്ല. അവരുടെ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് അവരോടി നടന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടതാ. വല്ലാത്ത സങ്കടം തോന്നി. നീ ആരാ? മദർ തെരേസയാ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ട് അലിയാൻ? രാവിലെ കുർബാനയ്ക്ക് പോവാ, അത് മതി. വേറെ എല്ലാം കണ്ടില്ലാന്ന് അങ്ങോട്ട് നടിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകള് അവര് സഹിച്ചോളുന്നേ. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും, സ്വഭാവവും തമ്പുരാന് നിരക്കാത്തതും. കുമ്പസാരമില്ല, ദശാംശം കൊടുക്കില്ല, സ്വന്തം സഹോദരങ്ങളോട് പോലും മിണ്ടണില്ല. മരണസമയത്ത് പോലും അപ്പനെയും അമ്മയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും വലിയ പുണ്യാളനായിട്ട് പള്ളി പോകും. എന്തിനാ എൻ്റെ മനുഷ്യ കർത്താവിനെ പറ്റിക്കാൻ നോക്കണേ? അതേടേ, ഒരു സത്യക്രിസ്ത്യാനിയായ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോണം, അതാ ഒരു അന്തസ്. എന്തിനാടാ നിനക്കിപ്പ കാശ്? ത്രേസ്യേ, അവൻ ചക്കപ്പറമ്പി തോമാച്ചന്റെ മോനാ. അവൻ പണം കൈ നിറയെ കണ്ടും ചെലവാക്കിയും അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. നീ എടുത്തോ മോനെ, സൂക്ഷിച്ചു പോണട്ടാ. 2 ആഴ്ചയ്ക്കും കൂടി നിന്റെ നാളിന് ദോഷമുണ്ട്. ഇന്നലെ കൂടി കണിയാൻ പറഞ്ഞു, സൂക്ഷിക്കണമെന്ന്. ശരി പാപ്പ, ശ്രദ്ധിച്ചോളാം. വെറുതെ അല്ല ഈ ചെക്കൻ തല തെറിച്ചവനായി വരണേ. സ്നേഹം കൊടുക്കേണ്ടടുത്ത് പണം, ദൈവവിശ്വാസം പകരേണ്ടടുത്ത് അന്ധവിശ്വാസവും. ഒന്ന് പോടി. അവനെ ഈ ചക്കപ്പറമ്പിൽ തോമാച്ചന്റെ സമ്പത്ത് കാത്തോളും. ഞാൻ പോട്ടെ. നിന്നോട് വർത്താനം പറഞ്ഞു നിന്നാ വാടക ഇന്നും കിട്ടില്ല. എന്താ കൊച്ചുമ്മ മുതലാളി ആ ഭാഗത്ത് കുമ്പിട്ട് പോണേ? ഈശോയുടെ രൂപ ഈ ഭാഗത്തല്ലിരിക്കണേ. അതോ, അത് ഈ ആഴ്ച പുറത്തു പോകുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്ക് വണങ്ങിപ്പോകണമെന്ന് അങ്ങേരുടെ നാള് നോക്കിയിട്ട് കണിയാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ നാള് നോക്കണത് തെറ്റല്ലേ? പിന്നല്ലാതെ, കുടുംബം അട്ടപടലം നശിക്കും. അത്രയ്ക്ക് വലിയ തെറ്റാ. ഈ വീട്ടിൽ എന്തൊക്കെ എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്ക് മാത്രമേ അറിയൂ. നിനക്കറിയോ, അങ്ങേര് കാണാൻ പോകുന്ന കണിയാനേ ഒരോല മേഞ്ഞ വീട്ടിലായിരുന്നു ആദ്യം. ഇപ്പോൾ 2 നില ബംഗ്ലാവിലാ താമസം. മക്കള് പഠിക്കുന്നത് UK-യിലും. അയാള് നന്നാവട്ടെ. അയ്യോ, ഈ മുതലാളി ഇത്രയ്ക്കും മണ്ടനാ? അങ്ങേരെ വെറും മണ്ടനല്ല, മരമണ്ടനാ.
ഡാ റോയി എവിടെ എത്തി? ആ എത്തിയടാ. ഇടയിൽ കാറൊന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വന്നു, അതാ ലേറ്റ് ആയേ. ഡാ കാശ് ഒപ്പിച്ചിട്ടില്ലേ? പിന്നെ അല്ലാതെ അപ്പന്റെ ATM കാർഡ് തന്നെ ഒപ്പിച്ചു. ആ അത് നന്നായി. അപ്പൊ പിന്നെ കാശ് കഴിയുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. എല്ലാരും നല്ല മൂഡിലാണല്ലോ. പിന്നെ അല്ലാതെ ഞങ്ങൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങി. ഡാ മച്ചാനെ, ഒരു പൊളി സാധനം ഉണ്ട് കയ്യില്. എന്താണ് സാധനം? ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയേ, പിന്നെ നീയും ഇതിന്റെ ഏജന്റായി മാറും. അത്രയ്ക്കും പൊളി ലഹരിയാ. നിങ്ങൾക്ക് നാശം മാത്രം വരുത്തുന്ന ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കടാ. എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു. പിന്നെ കൂടെ തോറ്റു വന്ന മുതൽ തുടങ്ങിയതാ. തിന്നൂല തിരിക്കൂല. ഞങ്ങൾ എന്തായാലും ഉപയോഗിക്കും. ഈ ഡ്രഗ് മാഫിയയുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ചേരും. അതിന് ഞങ്ങൾ പോവാ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് വെച്ച് ഞങ്ങളെ മുടക്കാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങളെ വീട്ടിൽ അന്വേഷിക്കില്ലേ? ആരന്വേഷിക്കാൻ? ഞങ്ങളുടെ കൂടെ ഇരിക്കാനൊന്നും ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും സമയമില്ല. അവരൊക്കെ കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലാ. വീടൊരു ജയിലാണടാ. നീ ഉണ്ടെങ്കിൽ വായോ. ഞാൻ ഒരിക്കലും വരില്ല. രണ്ട് കാര്യമേ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും നീ ജീവിതത്തിൽ മുടക്കരുതെന്ന്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്ന് എൻ്റെ അപ്പനും അമ്മയും വിടുന്നത് എൻ്റെ മാർഗം സത്യസന്ധമായിരിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാകും. നീ ഉണ്ടെങ്കിൽ വായോ. ഞാൻ ഒരിക്കലും വരില്ല. രണ്ട് കാര്യമേ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും നീ ജീവിതത്തിൽ മുടക്കരുതെന്ന്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്ന് എൻ്റെ അപ്പനും അമ്മയും വിടുന്നത് എൻ്റെ മാർഗം സത്യസന്ധമായിരിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാകും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. അത് ഞാൻ തെറ്റിക്കില്ല. എനിക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ ഞാൻ പറ്റിക്കില്ല. ഒന്നാ പുണ്യാളം ചെല്ല്, നമുക്ക് പോവാൻ നോക്കാടാ. നേരം കളയണ്ട. എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല അല്ലേ? 3 മാസമായി എൻ്റെ മോനെ പറ്റി ഒരു വിവരമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് വരെ അറിയാതെ ഞാൻ ഉരുകി തീരും. പലരും പലതും പറയുന്നുണ്ട്. ലഹരി മാഫിയ ഗ്രൂപ്പിൽ പെട്ടുവെന്നും നാട് വിട്ടുവെന്നും ഇനി അവനെ പ്രതീക്ഷിക്കണ്ടെന്നും അങ്ങനെ പലതും. എനിക്ക് മതിയായി. എല്ലാറ്റിനും കാരണം നിങ്ങൾ ഒറ്റാളാ. നിങ്ങളുടെ അന്ധവിശ്വാസവും കൂടോത്രവും കാശിനോടുള്ള ആക്രാന്തവും എല്ലാത്തിനും കാരണം. കർത്താവിനെ പരിഹസിക്കുന്ന വിധത്തിലല്ലേ നിങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുക്കാറ്? പണത്തിൽ അഹങ്കരിച്ച് 1 മാസത്തെ വാടക തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പാവങ്ങളെ ഇറക്കി വിട്ടില്ലേ? ആ ഗതികെട്ട് ഇറങ്ങിപ്പോയതേ തമ്പുരാനാ. ഇനി ഉണ്ടാക്കിയ സമ്പത്തെല്ലാം കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഒറ്റയ്ക്കിരുന്നോ? എന്നോട് ക്ഷമിക്ക് ത്രേസ്യേ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. അവൻ പോയത് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഉണ്ടാക്കിയ പണത്തിനോ തറവാട് മഹിമയ്ക്കോ എൻ്റെ അന്ധവിശ്വാസങ്ങൾക്കോ അവനെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം എനിക്ക് ദാനമായി നൽകിയ സമ്പത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉള്ളത് കൂടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ വാടക വീട് ഞാൻ അവർക്ക് സ്വന്തമായി കൊടുക്കാൻ പോവാ. നാളെ കുമ്പസരിച്ച് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വർഷങ്ങളായി മിണ്ടാത്ത എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണണം. വാ ത്രേസ്യേ, നീയും എൻ്റെ കൂടെ വാ. നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. വായു പോവാ. ഇനി നമ്മുടെ മോൻ തിരിച്ചു വരും.
ഹലോ ഹലോ ഹലോ, ഇതാരാ? പപ്പാ, ഞാനാ റോയ്. മോനെ, മോനെ റോയ്. മോനെ, എന്റെ പൊന്നു മോനെ, നീ എവിടെയാടാ? അമ്മേ, ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് പല തെറ്റുകളും പറ്റി. ഒന്നും പറയണ്ട, മോനിങ്ങ് വന്നാ മതി. അമ്മയ്ക്കും എൻ്റെ പൊന്നു മോനൊന്ന് കണ്ടാ മതി. കഴിഞ്ഞതെല്ലാം പോട്ടെ, സാരില്ല. മോൻ വേഗം വായോ. ആ, ശരി അമ്മേ. എടി ത്രേസ്യേ, ഇത് സ്വപ്നാണോടി? സ്വപ്നമൊന്നുമല്ല മനുഷ്യ, എല്ലാം തമ്പുരാന്റെ കളിയാ. നിങ്ങളെ തിരുത്താൻ മോൻ വേണ്ടി വന്നു എന്ന് മാത്രം. എനിക്ക് മനസ്സിലായി ത്രേസ്യേ, ദൈവകൃപ മാത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇന്ന് വിശുദ്ധ ബലി നമുക്ക് വെറുമൊരു ദിനചര്യയും പ്രഹസനവുമായി മാറിയിരിക്കുന്നു. കാൽവരിയിലെ പീഡകൾ ഉണർത്തുന്ന യേശുവിന്റെ ജീവനുള്ള ശരീര രക്തങ്ങളായി മാറുന്ന ദിവ്യബലിയിൽ ആത്മാർത്ഥപൂർവം പങ്കെടുക്കുന്ന ഒരുവൻ ആരും കാണാതെ കരയുന്നവരെ അറിയാതെ പോവുകയില്ല. അന്ധവിശ്വാസങ്ങളല്ല, ഈശോയിൽ അനന്തമായ വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ കൈമുതൽ. എല്ലാവരെയും കാണിച്ചുകൊണ്ടുള്ള സമർപ്പണം അല്ല, വിശക്കുന്നവനിലേക്ക് പൊതിച്ചോറായും ഒറ്റപ്പെട്ടവർക്ക് കൂട്ടായും മാറാൻ ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കട്ടെ. വിശുദ്ധ ബലിയിലും കുടുംബ പ്രാർത്ഥനയിലും മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാർത്ഥ ലോകത്തിന്റെ ചതിക്കുഴികൾക്കിടയിൽ അവർ വീഴാതിരിക്കാൻ ഓരോ കുടുംബത്തിലും മാതൃകരായ അപ്പനും അമ്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. നന്ദി. ഈ നാടകാവിഷ്കാരത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ: തിരക്കഥാ സംഭാഷണം സിൻഡി പ്രസാദ്, എഡിറ്റിംഗ് റിയ വി ജോർജ്, അഭിനയിച്ചവർ ഷേർലി ജെൻസൺ, സിൻഡി പ്രസാദ്, സോഫിയ പോൾ, ആന്റണി, അന്റോണിയോ, ഡെന്നിറ്റ്, ഗോഡ്വിൻ, ജെസൽ, ജോനാഥൻ, സോളമൻ. ശബ്ദം നൽകിയവർ ശ്രീ പോളി ചീനാഥ്, സിസ്റ്റർ അലീന, ആരോൺ, ആന്റണി, ഡെന്നിറ്റ്, ജോനാഥൻ, അലൻ ബിച്ചു.